കേരള മുഖ്യമന്ത്രിയെ എന്ന് പ്രഖ്യാപിക്കുമെന്നുള്ള ആകാംക്ഷ തുടരുകയാണ്. ഹൈക്കമാൻഡ് തീരുമാനം ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഒക്കെ ഉണ്ടാകുമെന്നാണ് സൂചന. കർണാടകയിലുള്ള മല്ലികാർജ്ജുൻ ഖർഗെ ദില്ലിയിൽ എത്തുന്നത് അടിസ്ഥാനമാക്കിയാകും ബാക്കി ചർച്ചകൾ നടക്കുക. രാഹുൽ ഗാന്ധിയും ഖാർഗെയും സോണിയാഗാന്ധിയുമായി ആശയവിനിമയം നടത്തും. സംസ്ഥാന കോൺഗ്രസിലെ പോരടങ്ങിയ ശേഷം പ്രഖ്യാപനം മതിയെന്നാണ് ഹൈക്കമാൻഡിലെ ധാരണ. അച്ചടക്ക ലംഘനത്തിന്റെ അന്തരീക്ഷം ആവർത്തിക്കുന്നുണ്ടോ എന്ന് നേതൃത്വം നിരീക്ഷിക്കുന്നു. അതേസമയം മത്സരത്തിൽ നിന്ന് പിന്മാറാൻ 3 നേതാക്കളും ഈ ഘട്ടത്തിലും തയ്യാറായിട്ടില്ല. TV പ്രസാദ് ചേരുന്നു. പ്രസാദ്, ഇപ്പോഴും നമ്മൾ ആ ഒറ്റ പേര് കേൾക്കാനായി കാത്തിരിക്കുകയാണ്. ഈ അച്ചടക്ക ലംഘനം എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഹൈക്കമാൻഡ് നിരീക്ഷിക്കുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട നേതാക്കളും ദേശീയ നേതാക്കൾ ചേർന്നാണോ തീരുമാനം ഇനി എടുക്കാൻ പോകുന്നത്? എപ്പോഴായിരിക്കും ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക? റോഷ്നി, ഷിഹാസ്, ഗുഡ് മോർണിംഗ്. ആ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. കാരണം തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണി കഴിഞ്ഞ് 7 ദിവസം പിന്നിടുകയാണ്. ഇപ്പോഴും മുഖ്യമന്ത്രി ആരാണെന്ന് പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും മുൻ പ്രതിപക്ഷ നേതാവ് VD സതീശനും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുമാണ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ചരടുവലികൾ നീക്കുന്നത്. ഇതിൽ MLA-മാരുടെ പിന്തുണ അതാണ് പരിഗണിക്കുന്നതെങ്കിൽ സ്വാഭാവികമായി KC വേണുഗോപാലിന് നറുക്ക് വീഴും. ജനങ്ങളുടെ വൈകാരിക പ്രകടനവും അതുപോലെ തന്നെ ഘടകകക്ഷികളുടെ അഭിപ്രായവുമാണ് പരിഗണിക്കുന്നതെങ്കിൽ VD സതീശന് നറുക്ക് വീഴും. അതല്ല, സീനിയോറിറ്റിയാണ് പാർട്ടി പരിഗണിക്കുന്നതെങ്കിൽ രമേശ് ചെന്നിത്തലയായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. പക്ഷേ ഇതിലാരാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ആദ്യ ദിവസം ഈ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമർപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ 3 നേതാക്കളെയും കൊണ്ട് തന്നെ പരസ്യമായി പറഞ്ഞു, ഇനി തങ്ങൾക്ക് വേണ്ടി പ്രകടനം നടത്തുകയോ പോസ്റ്റർ ഒട്ടിക്കുകയോ ചെയ്യരുത്, ഫ്ലക്സ് വെക്കുകയോ ചെയ്യരുതെന്ന് 3 നേതാക്കളും തന്നെ വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞതോടുകൂടി അണികൾ അതുപോലെ അതനുസരിച്ചു. ഇന്നലെയും അതുപോലെ തന്നെ മിനിഞ്ഞാന്ന് രാത്രി മുതൽ പ്രകടനങ്ങളില്ല, പുതിയ ഫ്ലക്സുകളില്ല, വെച്ച ഫ്ലക്സുകളൊക്കെ എടുത്തു മാറ്റുകയും ചെയ്തു. ആ കാര്യങ്ങൾ ഏതാണ്ട് ശരിയായി എന്നുള്ളതാണ് ഹൈക്കമാൻഡ് കരുതുന്നത്. ഇനിയിപ്പോൾ KC വേണുഗോപാലിനെയാണ് മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നതെങ്കിൽ പോലും ഒരു പ്രതിഷേധമില്ലാത്ത നിലയിൽ അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ 3 നേതാക്കന്മാർക്കും പറ്റാവുന്ന ഒരു ഫോർമുലയിലേക്ക് എത്തിച്ചേരാൻ ഇതുവരെയും ഹൈക്കമാൻഡിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രഖ്യാപനം വൈകാനുള്ള കാരണം. ഇന്നലെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടന്നിട്ടില്ല. രാഹുൽ ഗാന്ധി വിജയുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലേക്ക് പോയി. അതുപോലെ തന്നെ ഖാർഗെ ബംഗളൂരുവിലേക്ക് പോയി. ഇനിയിപ്പോൾ ഖാർഗെ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെ തിരിച്ചെത്തു. എന്തായാലും ഇതിലിപ്പോൾ പ്രിയങ്ക ഗാന്ധി ഇടപെടും എന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ AK ആന്റണിയുടെ അഭിപ്രായം ഒന്നുകൂടി തേടാനുള്ള സാധ്യതയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഇതുവരെയും കോൺഗ്രസ് ക്യാമ്പിന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പ്രതിഷേധം തണുപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല ഇതിൻ്റെ ഉദ്ദേശം എന്ന് കരുതുന്നു. ഒരു കൃത്യമായ ഫോർമുല, അതായത് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാണെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കും അതുപോലെ തന്നെ VD സതീശനും എന്ത് കൊടുക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. തിരിച്ചാണെങ്കിൽ എന്ത് കൊടുക്കും എന്ന ചോദ്യവും പ്രധാനം തന്നെയാണ്. 3 പേരെയും സന്തോഷിപ്പിച്ചുള്ളൊരു തീരുമാനം എങ്ങനെ എടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോഴും ആ ഒറ്റ പേര് ഹൈക്കമാൻഡിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഷിഹാസ്, റോഷ്നി. പ്രസാദ്, തുടരണം. നമുക്ക് പ്രതികരണത്തിലേക്ക് പോകുമ്പോൾ ചെന്നിത്തലയുടെ പ്രതികരണമുണ്ട് അല്ലേ? മുഖ്യമന്ത്രി ചർച്ചയിൽ ഹൈക്കമാൻഡ് യുക്തമായ തീരുമാനം എടുക്കുമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഹൈക്കമാൻഡിനോട് എല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനം എല്ലാവരും അംഗീകരിക്കും. താൻ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ് എന്നും ചെന്നിത്തല പറഞ്ഞു. ഇന്നലത്തെ മീറ്റിംഗിന് ശേഷം പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. പാർട്ടി ഹൈക്കമാൻഡ് യുക്തമായ തീരുമാനമെടുക്കും. ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. അല്ലാണ്ട് വേറെ ഒരു പ്രശ്നവുമില്ല. ഹൈക്കമാൻഡ് ഏത് തീരുമാനം എടുത്താലും ഞാൻ ആ തീരുമാനത്തെ അംഗീകരിക്കും. ഞാൻ എന്നും ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ്. എന്ത് തീരുമാനം എടുത്താലും അംഗീകരിക്കും. അതിനകത്ത് ഒരു പ്രശ്നമില്ല. TV പ്രസാദിലേക്ക് ഒരിക്കൽ കൂടി പോവാം. പ്രസാദ്, അപ്പോൾ ഈ ഒരു CM റേസിൽ പലപ്പോഴും നമുക്ക് തോന്നുന്നൊരു കാര്യമാണ് KC വേണുഗോപാലും VD സതീശനുമാണ് ഏറ്റവും മുന്നിൽ. ഇവർക്ക് പിന്നിൽ കുറച്ചൊന്ന് പുറകിലേക്കായി പോയിട്ടുണ്ട് രമേശ് ചെന്നിത്തല എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പിന് കൃത്യമായ എന്തോ ഒരു പ്ലാൻ ഉണ്ട്, പ്രതീക്ഷയുണ്ട്. അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, താൻ അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകനാണ്. താതാ നോക്കൂ, തൻ്റെ അണികളാരും തെരുവിൽ ഇറങ്ങിയിട്ടില്ല, അലമ്പുണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഈ അച്ചടക്കം തനിക്ക് അർഹതപ്പെട്ട ഒരു CM സ്ഥാനം സോണിയാഗാന്ധിയുടെ ഇടപെടലിലൂടെയെങ്കിലും കൊണ്ടുതരും എന്നൊരു പ്രതീക്ഷ ഇപ്പോഴും ചെന്നിത്തലയ്ക്കുണ്ടോ? അതോടൊപ്പം ഈ 3 പേരിൽ ഏതെങ്കിലും ഒരാളാണ് CM. അപ്പോൾ മറ്റു 2 പേരുടെ ഒരു നിലപാട് എന്താവും? അവരുടെ അണികൾ ഇപ്പോൾ ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ടെങ്കിലും പ്രഖ്യാപനത്തിന് ശേഷം വീണ്ടും തെരുവിലിറങ്ങാനുള്ള സാധ്യതയുണ്ടോ പ്രസാദ്?
ഷിയാസെ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തല വലിയ പ്രതീക്ഷയിലാണ് എന്നുള്ളതാണ്. ഇതിൽ 2-3 സാധ്യതകളാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിലൊന്ന് ടേം വ്യവസ്ഥയാണ്. ടേം വ്യവസ്ഥ ഒരു 2.5 വർഷം ഇന്നയാൾ 2.5 വർഷം ഇന്നയാൾ എന്നുള്ളതാണ്. അത് പക്ഷേ ഇത് കോൺഗ്രസിൻ്റെ രീതിയല്ല എന്നും പറയുന്നു. നമുക്ക് നേരത്തെ നമ്മൾ കർണാടകയിൽ കണ്ടിട്ടുള്ളതാണ് വലിയ യുദ്ധം മുഖ്യമന്ത്രി ആകുന്നതിന് വേണ്ടി. അത് പിന്നീട് DK ശിവകുമാറിനെ പിന്നീട് മുഖ്യമന്ത്രിയാക്കും എന്നൊക്കെ പറഞ്ഞത് നടന്നുമില്ല. അങ്ങനെ ഒരു നിർദ്ദേശവും ഉണ്ടായില്ല എന്ന് പറയുന്നു. ഒന്ന് ടേം വ്യവസ്ഥയാണ്. 2 KC വേണുഗോപാലാണ് മുഖ്യമന്ത്രിയാകുന്നതെങ്കിൽ ഈ പറയുന്ന VD സതീശന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും ധനമന്ത്രി സ്ഥാനവും കൊടുത്ത് അടുത്ത ടേമിൽ മുഖ്യമന്ത്രിയാക്കാം എന്നൊരു ഉറപ്പ് കൊടുക്കുക. അതേസമയത്ത് തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനം കൊടുക്കുക. അങ്ങനെ കുറേ ഫോർമുലകൾ ഇവർ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഹൈക്കമാൻഡിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളായി നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. പക്ഷേ അതൊന്നും ഒരു കൃത്യമായ രീതിയിലേക്ക് വർക്കൗട്ട് ആയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല ഒരു പ്രശ്നമുള്ളത് ഇനിയിപ്പോൾ ഫോർമുല ആയാൽ തന്നെ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഉണ്ടായിരുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ, ആ പ്രതിഷേധ പ്രകടനങ്ങൾ പൂർണ്ണമായി അടങ്ങാതെ ആ പേരിലേക്ക് എത്താനും കഴിയില്ല. നിലവിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ MLA-മാരുടെ പിന്തുണയാണെങ്കിൽ അത് KC വേണുഗോപാലാണ്. ഘടകകക്ഷികളുടെ പിന്തുണയും ജനങ്ങളുടെ പിന്തുണയും ആണെങ്കിൽ അത് VD സതീശനാണ്. ഇനി സീനിയോറിറ്റിയാണ് പരിഗണിക്കുന്നതെങ്കിൽ അത് രമേശ് ചെന്നിത്തലയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തല ഒരുപക്ഷെ ഒരു കോംപ്രമൈസ് സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതയുണ്ടോ എന്ന സംശയവും എല്ലാവർക്കുമുണ്ട്. അതായത് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങനെയെങ്കിൽ രമേശ് ചെന്നിത്തലയാവട്ടെ എന്നൊരു നിർദ്ദേശം KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ വെക്കുമോ എന്നുള്ളതാണ്. എന്തായാലും പരസ്യ പ്രതിഷേധവും ഫ്ലക്സി യുദ്ധവും അതുപോലെ തന്നെ KC വേണുഗോപാലിനെ ഉൾപ്പെടെയുള്ളവരെ ആരോപിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ അത് ഒരിക്കലും ഹൈക്കമാൻഡ് അംഗീകരിക്കുന്നില്ല. ആ വിഷയം രാഹുൽ ഗാന്ധി തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുമാണ്. ഇനി അല്ലെങ്കിൽ KCക്കാകാൻ കഴിയുന്നില്ലെങ്കിൽ രമേശ് ചെന്നിത്തല ആവട്ടെ എന്ന ഒരു തീരുമാനത്തിലേക്ക് വരുമോ? ഇനി അതല്ല VD സതീശൻ ജനവികാരം തന്നെ പ്രകാരം തന്നെ ആവട്ടെ, ഘടകകക്ഷികളുടെ പിന്തുണ കൂടി ഉണ്ടല്ലോ എന്നുള്ളതാണോ എന്നുള്ളത് അറിയില്ല. ഇനി എന്തായാലും തീരുമാനമെടുക്കാൻ ഇനിയിപ്പോൾ 2 ദിവസം കൂടി കാത്തിരിക്കണമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഒരുപക്ഷെ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ചയാകാനുള്ള സാധ്യതയും ഉണ്ട്. ശരി, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. ദീപാദാസ് മുൻഷി പറഞ്ഞതുപോലെ 23-ാം തീയതി വരെ നമുക്ക് സമയമുണ്ടല്ലോ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ 11-ാം തീയതി ആയിട്ടുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞു, 8ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ ആ ഒരു അവസാന ഫോർമുല എന്തായിരിക്കും, ആ ഒറ്റ പേരെന്തായിരിക്കും എന്നുള്ളത് കാത്തിരിക്കുകയാണ് നമ്മൾ.